ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ കേസിന്റെ അന്വേഷണം എനിക്കായിരുന്നു. എന്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് രാധികയും വരുണും തന്നെയാണ് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോകാനും കൊല്ലാനും ഏർപ്പാടാക്കിയത്. ഏട്ടത്തി പതുക്കെ പതുക്കെ മാറിക്കോളും. അതാ എന്റെ വിശ്വാസം. ഏട്ടത്തെ മാറിയ ഏട്ടത്തിക്ക് കൊള്ളാം. അതാ എന്റെ വിശ്വാസം. ഓ സൂര്യൻ കൽപ്പന യാത്ര ചോദിച്ചിറങ്ങിപ്പോയപ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അതെന്താ പത്മിനി, അത്രയും നേരം കൽപ്പന ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണോ? അതല്ലമ്മേ, വരുണും രാധികയും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോ ഏതു നേരവും ചിന്തിക്കുന്നത് സൂര്യക്കും കൽപ്പനയ്ക്കും കൂടി ഇത് തോന്നിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്നാ. ഇപ്പൊ അവരും കളിച്ചും ചിരിച്ചൊക്കെ പുറത്തു പോകാൻ തുടങ്ങിയില്ലേ. മക്കള് സന്തോഷത്തോടെ ഇരിക്കുന്നതിലും കൂടുതൽ ഒരമ്മയ്ക്ക് വേറെ എന്താ വേണ്ടത്? സംഗതി സത്യ. പക്ഷെ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ഒരേ ഒരാളോടാ. ആരോട്? ദേ ആ ആള്, അത് തന്നെ. അമ്മ ദൈവത്തെയാണോ ഉദ്ദേശിച്ചേ? അവളീ കുടുംബത്തിന് ദൈവം തന്നെയാ. രാധികമോളുടെ കാര്യാ ഞാൻ പറഞ്ഞത്. കണിമംഗലത്ത് സംഭവിച്ച പ്രശ്നങ്ങളൊന്നും നിസാരമല്ല പത്മിനി. കുടുംബത്തിന്റെ മാനം കെടുത്തുന്ന കാര്യങ്ങൾ ചെയ്ത് ചന്ദ്രശേഖരൻ ചെയ്യില്ല. ഇവിടെ ഒരു മരണം നടന്നു. പക്ഷെ അതൊന്നും അറിയാതെ, അതിലൊന്നും ആടി ഉലയാതെ ഈ കുടുംബം ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ടെങ്കില് അതിന്റെ കാരണം രാധിക ഒരാളാ. എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള അവളുടെ മിടുക്ക്. അത് അമ്മ പറയുന്നത് ശരിയാ. അവളോട് ശത്രുത തോന്നുന്നവര് ഇപ്പോഴും ഇവിടൊക്കെ തന്നെയുണ്ട്. ശത്രുത തീർക്കാൻ അവര് പല മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അതൊക്കെ കേട്ട് അവരോടൊപ്പം ചേർന്ന് വീണ്ടും അവളെ വിഷമിപ്പിക്കാൻ നിൽക്കരുത് നീ. ഇല്ലമ്മേ, പറ്റിയ തെറ്റുകളൊക്കെ തിരുത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിനു പകരം അവളെ ഞാൻ സ്നേഹിക്കുക. അവളൊരു ദൈവാംശമുള്ള കുട്ടിയുവാ. അതുകൊണ്ടാ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൾക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിൽ പരിഹരിക്കാൻ അവൾ പരിശ്രമിക്കുന്നത്. അത് അവൾക്ക് സാധിക്കുന്നുമുണ്ട്. ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും പിഴക്കില്ല. വരുണിന്റെ ഭാര്യയായി നമുക്കിടയിൽ ഉണ്ടാവേണ്ടത് അവള് തന്നെയായിരുന്നു. അതിനു മുമ്പ് നടന്നതൊക്കെ വെറും മായ. അത്രേ ഉള്ളൂ. നിന്റെ അച്ഛന്റെ അമ്മയുടെ കണക്കില് മുത്തശ്ശി ഇപ്പൊ ഒരു തീർത്ഥാടനത്തിലാ. ആ, ഒരു കണക്കിന് ഇതും ഒരു തീർത്ഥാടനം തന്നെയാ. അത് കഴിയുമ്പോഴേ നിന്നെയും കൊണ്ട് മുത്തശ്ശി അവരുടെ മുമ്പിലെത്തും. മുത്തശ്ശി പറഞ്ഞില്ലേ മോളെ, നമ്മുടെ കൂടെ വേറെ ചിലര് കൂടി ഉണ്ടാകുന്നു. അത് ഇവരാ. ഗൗതം മോളെ രക്ഷിച്ചത് ഇവരാ. അല്ലെങ്കിൽ ആ നാടോടികള് വേറെ എവിടേക്കെങ്കിലും മോളെ കൊണ്ടുപോകുമായിരുന്നു. പ്രിയങ്ക, അറിയോ? ഓക്കെ. പ്രിയങ്ക ഈ സാറിനെ കണ്ടിട്ടില്ലേ? CI ആണ്. പ്രിയങ്ക, നിങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. സത്യത്തിൽ പ്രിയങ്കയെ രക്ഷിക്കാൻ ഗൗതം എടുത്ത റിസ്ക് ചെറുതൊന്നുമല്ല. മോളെ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? സർ, എന്നെ ആരാ പിടിച്ചോണ്ട് പോയത്? എന്നെ ആരാ കൊല്ലാൻ ശ്രമിച്ചത്? ആ കേസിന്റെ അന്വേഷണം എനിക്കായിരുന്നു. എന്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് രാധികയും വരുണും തന്നെയാണ് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോകാനും കൊല്ലാനും ഏർപ്പാടാക്കിയത്. പക്ഷേ കേസ് കോടതിയിലെത്തിയപ്പോ അവര് ബാംഗ്ലൂരിൽ നിന്ന് ഒരു അഡ്വക്കറ്റിനെ കൊണ്ടുവന്നു. അവര് നല്ല പേരും പ്രശസ്തിയുള്ള ആളാ. അഡ്വക്കറ്റ് ആരതി വർമ്മ. സത്യം തെളിയിക്കാനല്ല അവർ ശ്രമിച്ചത്,
വരുണിനെയും രാധികയും രക്ഷിക്കാനാ. അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തില് അവര് ബലിയാടാക്കിയത് എന്റെ അച്ഛനെ. പ്രിയങ്കയെ കൊന്നു എന്ന കുറ്റത്തിന് അച്ഛനിപ്പോ ജയിലിൽ കിടക്ക. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? സത്യമാണ് പ്രിയങ്ക. ആളുകളുടെ മനസ്സിൽ പ്രിയങ്ക മരിച്ചു കഴിഞ്ഞു. ശവസംസ്കാരം യഥാവിധി നടന്നു. കൊന്നതിന്റെ പേരിൽ ആളുകളെ ശിക്ഷിച്ചു. ഒരു കണക്കിന് വളരെ വിചിത്രമായ ഒരു തിരിച്ചുവരവാ പ്രിയങ്കയുടേത്. സാർ, ഇപ്പോ പ്രിയങ്കയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിയങ്കയുടെ ബോധം സാധാരണ നിലയിലായല്ലോ. ഇനി എന്താ സാർ ചെയ്യേണ്ടത്? ഇനി പ്രിയങ്കയെ കോടതിയിൽ ഹാജരാക്കണം. കേസ് റീഓപ്പൺ ചെയ്യണം. മരിച്ചുപോയെന്ന് പറയുന്ന ഒരാൾ കോടതിയിൽ നേരിട്ടെത്തുമ്പോ അതോടെ എല്ലാം മാറി പറയും. അഡ്വക്കേറ്റ് ആരതി വർമ്മ ഒരു കള്ളനാണയമായിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യാവും. പക്ഷേ കോടതിയിൽ പ്രിയങ്ക എത്തുന്നത് വരെ പ്രിയങ്ക ജീവിച്ചിരിക്കുന്നു എന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. അത് എല്ലാരും സൂക്ഷിക്കണം. പ്രിയങ്ക, കൽപ്പനയും എന്റെ അമ്മയൊക്കെ പല വിധത്തിലും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലൊക്കെ അവര് ക്രൂശിക്കപ്പെടുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്ക് വാക്കുതരാം. പ്രിയങ്ക കോടതിയിലെത്തി കോടതിക്ക് സത്യം മുഴുവനും ബോധ്യപ്പെട്ട് അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന അച്ഛനെ കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യിക്കുന്നത് കണിമംഗലത്ത് നിന്ന് രാധികയെ പടിയിറക്കുന്ന ജോലിയായിരിക്കും. പ്രിയങ്ക ജീവനോടെ ഉണ്ടെങ്കിൽ നിയമപരമായി വരുണിന്റെ ഭാര്യ പ്രിയങ്ക തന്നെയായിരിക്കും. രാധികയ്ക്ക് ഒരു കോടതിയിലും ഒരു അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എതിർപ്പുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും വന്ന ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങൾ ഈ പറയുന്നതിനൊക്കെ പ്രിയങ്ക തയ്യാറല്ലേ? തയ്യാറാണ് ഗൗതം. എന്റെ മരണം സൃഷ്ടിച്ച് അതിലൂടെ അവൾ വരുണിനെ സ്വന്തമാക്കിയെങ്കിൽ അവളുടെ മരണം എനിക്ക് കാണണം. യെസ്, ഈ വാശിയാ നമുക്ക് വേണ്ടത്. വിട്ടുകൊടുക്കില്ല എന്ന വാശി. കണിമംഗലത്ത് നന്മ നടിച്ച് നടക്കുന്ന ഒരാൾക്കും ഇനി നമ്മൾ സ്വസ്ഥത കൊടുക്കില്ല. എന്റെ ജീവിതത്തിൽ നിന്നും വെട്ടിമാറ്റിയ കുറച്ച് കാലമുണ്ട്. എനിക്ക് ഓർമ്മയില്ലാതെ ഇരുണ്ടുപോയ കാലം. അക്കാലത്ത് വെളിച്ചത്തിൽ നടന്നു പോയവരെയെല്ലാം വരി വരിയായി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം ഗൗതം.